അക്ഷയ് ബ്രോ, ഇതിപ്പോൾ പുതിയ മെക്കാനിക്കിന് DC വന്നതാണ്. ഒന്ന് നോക്കിയിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞല്ലോ. നമ്മൾ തുറന്ന് നോക്കാം എന്നിട്ട് നമുക്ക്. ഓക്കെ, ഇതാണ് മെഷീൻ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 2 മൊഡ്യൂൾസ് വരുന്നുണ്ട്. ഇത് ചാർജിങ്ങിന് വേണ്ടിയിട്ടാണ്. QC പവർ ചാർജിങ് ആണ്. ഇത് തന്നെ C2 ലൈറ്റ്നിങ് ചാർജിങ് ആണ്. പിന്നെ ഇതിൻ്റെ കേബിൾ വരുന്നുണ്ട്. DCക്കും വേണ്ടിയുള്ള കേബിളാണ്. പിന്നെ പവർ കേബിൾ. ഇതിൽ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സി പോർട്ട് ഇതിൽ ഇതിൻ്റെ എക്സ്ട്രാ അഡീഷണൽ നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ 4 USB ചാർജിങ്ങിന് വേണ്ടിയുള്ളതും തന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് മെയിനായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട്. DCൻ്റെ ഔട്ട്പുട്ട് ഇതാണ് വരുന്നത്. ഇനി ഇതിൻ്റെ നമുക്ക് വർക്കിംഗ് ഇത് ഓൺ ആക്കിയിട്ട് നമുക്ക് നോക്കാം. വേറൊരു എക്സ്ട്രാ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഫാൻ വരുന്നുണ്ട്. ഇതിൻ്റെ ഈ സാധനം കൂളിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീന് നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് ടൈം കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു ഫാൻ തന്നെ എക്സ്ട്രാ അവർ കൊടുത്തിട്ടുണ്ട്. ഇതല്ല കൂളിങ്, ഇതിൻ്റെ പവർ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഇത് ഓണാക്കുമ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് ഇതുണ്ടോ ഇവിടെ എന്താണ് OLED കളർ ഡിസ്പ്ലേ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ ഡിജിറ്റൽ ഡിസ്പ്ലേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും അഡീഷണൽ ആയിട്ട് കളർ LED ഡിസ്പ്ലേ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ അനലോഗ് അമ്മീറ്റർ അനലോഗായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇത് നമ്മൾ ചാർജിങ്ങിന് വേണ്ടി കണക്ട് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ ഇത് രണ്ടുമാണ് നമുക്ക് ഈ QC ആയിട്ട് വർക്കാവുള്ളൂ. USB ഇത് PD എന്ന് പറഞ്ഞത് നമ്മളെ C പോർട്ടിൻ്റെ ആണ്. അത് സി നമുക്ക് ചാർജ് കുത്തിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഫാസ്റ്റ് ചാർജറായിട്ടാണ് കണക്റ്റ് ആവുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഉള്ളത് ഇവിടെ ഉണ്ട്. DC തന്നെ ഡിസ്പ്ലേ, അതായത് DC പവർ സപ്ലൈൻ്റെ ഡിസ്പ്ലേ ആണത്. ഇത് നമ്മളിവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ എ പോർട്ടിൻ്റെ ഡിസ്പ്ലേയിലോട്ട് മാറും. ഇതിൽ കണ്ട വോൾട്ടേജ് 5 വന്നിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് ഐഫോണിൻ്റെ സീരീസിന് ഐഫോണിൻ്റെ X14 സീരീസ് അതുപോലെ ഹുവായി അതിനൊക്കെ മെയിനായിട്ട് ഇത് സപ്പോർട്ട്. ഇതിൻ്റെ എത്ര ഇതിന് പവർ സപ്പോർട്ട് ആവുമോ അത്രയും പവർ ഇത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും കൊടുക്കും. അതുപോലെ തന്നെ ആംബറും അതേമാതിരി തന്നെ എത്ര സപ്പോർട്ട് ആവുമോ അതേപോലെ കൊടുക്കും. ഇതിൽ ഡിസ്പ്ലേ ഉണ്ട്, വോൾട്ടേജിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇനി ഇവിടെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ സ്വിച്ച് ചെയ്യാനുള്ളത് ഇതന്നെ ഉണ്ട അമ്മീറ്റർ, അതായത് ആംബർ മീറ്റർ ഇത് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാണ് ഇതിൻ്റെ ഡയഗ്രാമാണ് കാണിക്കുന്നത്. ഓക്കെ, എത്ര ആംബർ എടുക്കുന്നുണ്ട് ഡിജിറ്റലിൽ ഏകദേശം അതേ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാൻ പറ്റും. ഇതിൻ്റെ കാലിബ്രേഷൻ നമുക്ക് അപ്പം തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് DCയിലോട്ട് മാറുകയെന്നുണ്ടെങ്കിൽ ഇത് ബി പോർട്ടിലേക്ക് മാറി. ഇത് സി ഇനിയിപ്പോൾ ഇതിലൊന്നും നമ്മൾ കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ 0 എടുക്കുന്നത്. ഇനി നമ്മൾ DCയിലോട്ട് മാറിയാൽ DCയിൽ നമ്മൾ ഓൾറെഡി ഇവിടെ എത്ര കൊടുത്തിട്ടുണ്ട് 12.7 വോൾട്ടേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് മാറ്റുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ പ്രസ് ചെയ്യുക. പിന്നെ ഇവിടെ ഇതിൻ്റെ ഇതുണ്ടാവും, അത് നമ്മൾ എന്ത് ചെയ്യണം മാറ്റി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും, വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം ഇതാക്കാം. ഇനി ഇത് ഓൺ ആക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രസ് വെക്കണം, അപ്പോഴാണ് ഈ DC ഓൺ ആവുള്ളൂ. ഓക്കെ, ഇവിടെ ഇതിപ്പോൾ ഓഫാണ്, DC ഓഫാണ്. ഇവിടെ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് പിന്നെ ഇത് ലോങ് പ്രസ് ചെയ്യുന്ന ടൈമിൽ മെഷീന് ഓഫാണ്. ഓക്കെ.